നമസ്തേ, ജനം കൗണ്ടർ പാർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് ബിപിൻ സി ബാബു ആണ്. കേരളത്തിലെ അറിയപ്പെടുന്ന CPM യുവജന നേതാവ്. 32ാമത്തെ വയസ്സിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അടുത്തിടെ വരെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. CPMൻ്റെ പ്രതീക്ഷയുള്ള യുവ നേതാവ് എന്ന രീതിയിൽ കാണപ്പെട്ടിരുന്ന അദ്ദേഹം ഇന്ന് BJPയുടെ അംഗത്വമെടുത്തു. എന്തുകൊണ്ടാണ് CPM ആജന്മ ശത്രുവായി കാണുന്ന BJPയിലേക്ക് അദ്ദേഹം അംഗത്വമെടുത്ത് മാറി? അതിൻ്റെ പശ്ചാത്തലം എന്താണ്? അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. സ്വാഗതം. വളരെ പ്രതീക്ഷയുള്ള ഒരു പത്രപ്രവർത്തക എന്ന നിലയിൽ പലപ്പോഴും ഞങ്ങൾ കാണുന്ന സമയത്ത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ട് വളരെ പ്രതീക്ഷയുള്ള ഒരു യുവജന നേതാവായിരുന്നു. അപ്പോൾ CPMൽ CP ജോണിനെ പോലെയൊക്കെ താങ്കളും വളരെ ഉയർന്ന നിലയിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ പാർട്ടി വിട്ട് BJPയിലേക്ക് മാറാൻ കാരണം? CPMൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. CPM എന്ന പ്രസ്ഥാനം മൂല്യങ്ങൾ ഒത്തിരി ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ മൂല്യങ്ങളെല്ലാം CPMന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാതെ അതിൽ നിന്നും വ്യതിചലിച്ച് ചില ശക്തികളുടെ കയ്യിലേക്ക് ഇന്ന് CPM എത്തിച്ചേർന്നിരിക്കുകയാണ്. ശക്തികൾ എന്നുദ്ദേശിച്ചത് ഒരാരോപണം ആൾറെഡി വന്നു കഴിഞ്ഞു, ജിഹാദികളുടെ കൈകളിലേക്ക്. അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയാം. അതായത് ഇന്ന് CPM നേതൃത്വം നല്ല രൂപത്തിൽ തന്നെ പോകുന്നു. പക്ഷേ അതൊരു കോക്കസിൻ്റെ കയ്യിലാണ്. ചില വർഗീയമായ ശക്തികൾ ഇതിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അവരാണിന്ന് CPMൻ്റെ നേതൃത്വത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വിചാരിക്കുന്നവർ മാത്രമേ CPMൻ്റെ നേതൃത്വത്തിലേക്ക് ഇനി വരികയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചു. ഈ കാലഘട്ടം കൊണ്ട് അവർ തീരുമാനിക്കപ്പെടുന്നു, അവർക്കിഷ്ടമുള്ളവർ. അതാണ് ഇപ്പോൾ CPM നടക്കുന്നത്. നമുക്കിപ്പോൾ ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. ആലപ്പുഴ ജില്ലയിൽ ഈ വർഗീയ ശക്തികളുടെ ഇടപെടൽ വളരെ വലുതാണ്. അത് നമുക്ക് നോക്കിയാൽ പുറത്തു നിന്ന് നോക്കുന്ന ആർക്കും അത് മനസ്സിലാകും. CPMൻ്റെ ജില്ലാ നേതൃത്വത്തിന് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് ഈ വർഗീയ ശക്തികൾ ആ പാർട്ടിയിൽ പിടിമുറുക്കിയിരിക്കുന്നു. ചന്ദ്രബാബുവും നാസർ മുസ്ലിം അല്ല, പക്ഷെ നാസർ അടക്കമുള്ള ആൾക്കാരെ നയിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ശക്തി ഇപ്പോൾ ജിഹാദികളാണ്. ഉറപ്പായിട്ട് അവർ തന്നെയാണ്. പക്ഷെ അത് നേരിട്ടില്ല എന്നേ ഉള്ളൂ. അവരാണ് അതിൻ്റെ പിന്നിലല്ല. അവർ വിചാരിക്കുന്നത് മാത്രമേ CPMൽ നിന്ന് നടപ്പിലാകുകയുള്ളൂ. അതാണ് സ്ഥിതി. അല്ലേ? ഈ കോക്കസിൽ ആരൊക്കെയാണ് ഉള്ളത്? ഈ കോക്കസിൽ ആ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെയുണ്ട്. ബാബുജാൻ, H. സലാം. അതെ അതെ. പിന്നെ അവിടുത്തെ നേതാക്കന്മാർ, ആ രൂപത്തിലുള്ള നേതാക്കന്മാരെല്ലാം ആണ് ഇന്ന് CPMനെ ആലപ്പുഴയിൽ നയിക്കുന്നത്. പേര് പറയാൻ ഭയമുണ്ടോ? ഭയത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം അവിടുത്തെ സംസ്ഥാന നേതാവായ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് നേതൃത്വം നൽകുകയാണ്. സജി ചെറിയാൻ ഇവരുടെ അടിമയായിട്ടാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. ഉണ്ടല്ലോ. അദ്ദേഹം ഇവർ പറയുന്നത് മാത്രമേ, ഇപ്പം H. സലാമും KH. ബാബുജനും ഒക്കെ പറയുന്നത് മാത്രമേ സജി ചെറിയാൻ കേൾക്കുകയുള്ളൂ. അത് മാറ്റമൊന്നുമില്ല. നാസർ സഖാവിനും അത് മാത്രമേ പറ്റുകയുള്ളൂ. ചന്ദ്രബാബു സാറിനും ഒന്നും വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഈ ശക്തികളുടെ കയ്യിലാണ് ഈ പാർട്ടി. ഇപ്പം ഉദാഹരണത്തിന് G. സുധാകരൻ സാറിനെ അവസ്ഥ ഇന്ന് എന്താ ജില്ലയിൽ? ഇവരാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഏരിയ കമ്മിറ്റി സമ്മേളനം നടന്നിട്ട് ഏരിയ സമ്മേളനത്തിൽ ഒരു കസേര പോലും അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. എന്നാ പറയും മുതിർന്ന നേതാവാണ്, ഞങ്ങളുടെ മുതിർന്ന, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മാതൃകാപരമായ ഒരു പൊതുപ്രവർത്തകനാണ് G. സുധാകരൻ സാർ. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു. അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പുകൾ, സഹകരണ വകുപ്പ്, PWD എല്ലാം അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്രയേറെ മിടുക്കനായ, രാജ്യത്തെ ഏറ്റവും നല്ല മന്ത്രിയായി പ്രവർത്തിച്ച് ധാരാളം അവാർഡ് മേടിച്ച ആലപ്പുഴ ജില്ലയുടെ അഭിമാനമാണ് ജനജീവിയുടെ അവാർഡ് അദ്ദേഹത്തിനായിരുന്നു. ആ മന്ത്രിസഭയുടെ കാലത്ത് സ്റ്റേറ്റിലെ ഏറ്റവും നല്ല മന്ത്രി ആരാണെന്നുള്ള ചോദ്യത്തിന് ജനം TVയുടെ പ്രേക്ഷകർ നൽകിയ ഉത്തരം G. സുധാകരനായിരുന്നു. അദ്ദേഹത്തെയും തകർത്ത് ഒരു മൂലക്കാക്കി ഇരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് ജില്ലയിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗം. താങ്കളുടെ ഒരു പാരമ്പര്യം, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? നമ്മുടെ പ്രേക്ഷകർക്ക് അറിയില്ല. ഏതാണ്ട്
30 വർഷത്തോളമായിട്ട് ഇപ്പോൾ 42 വയസ്സേ ആയിട്ടുള്ളൂ. എനിക്കിപ്പോൾ 42 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഒരു 30 വർഷമായിട്ട് SFIയുടെയും CPMന്റെയും പ്രവർത്തനത്തിൽ കൂടെ തന്നെയാണ് വന്നത്. അതെ, ഞാൻ 95-ൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് SFIയിലേക്ക് വരുന്നത്. മുതുകുളം ഹൈസ്കൂളിലായിരുന്നു. അവിടെ സ്കൂൾ ലീഡറായിട്ടാണ് SFI രംഗത്തേക്ക് വരുന്നത്. പിന്നീട് പ്രീ ഡിഗ്രിക്ക് MSN കോളേജിൽ വന്നു. അവിടെ നിന്ന് SFIയുടെ സജീവ പ്രവർത്തകനായി. പിന്നെ SFIയുടെ ഏരിയ സെക്രട്ടറിയായി, SFIയുടെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡൻറ്റുമായി, DYFIയുടെ ഏരിയ സെക്രട്ടറിയായി, DYFIയുടെ ജില്ലാ പ്രസിഡൻ്റായി, DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. 2 തവണ ഞാൻ കേരള സർവകലാശാല സെനറ്റ് അംഗമായിരുന്നു. അങ്ങനെ അതിനുശേഷം 2015-ൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു, പത്തിയൂർ ഡിവിഷനിൽ നിന്നും. അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി 32-ാമത്തെ വയസ്സിൽ. അതിനുശേഷം 2000-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് കൃഷ്ണപുരം ഡിവിഷൻ മത്സരിക്കുന്നു. UDFൻ്റെ ഉറച്ച കോട്ടയാണ് ഈ കൃഷ്ണപുരം ഡിവിഷൻ. ഇതിനു മുമ്പ് അരിതാ ബാബുവും KP ശ്രീകുമാറും ഒക്കെ കോൺഗ്രസ്സുകാർ ജയിച്ച സീറ്റാണ്. അവിടെ ഞാൻ നിൽക്കുന്നു. ഞാനവിടെ 4500 വോട്ടിന് ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസിൻ്റെ ഇരുന്ന ആ സീറ്റ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഞാൻ പിടിച്ചെടുത്തു. അങ്ങനെ ഞാൻ പിന്നീട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി. 1 വർഷക്കാലം മുമ്പ് CPI ധാരണ പ്രകാരം CPIക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു. CPIക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തു. ഇപ്പോഴും ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, കൃഷ്ണപുരം ഡിവിഷൻ മെമ്പറാണ്, ജില്ലാ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിക്കുന്നു. എൻ്റെ അമ്മ കഴിഞ്ഞ 20 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്നു. 15 വർഷം തുടർച്ചയായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പിന്നീട് അമ്മയും ജില്ലാ പഞ്ചായത്ത് മെമ്പറായി. 5 വർഷം അമ്മ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. കുടുംബപരമായിട്ട് CPMുമായിട്ടുള്ള ഈ ബന്ധം, അമ്മ പാർട്ടി വിടുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രതികരണം? അമ്മയ്ക്ക് CPMൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അമ്മ നമ്മുടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ഒരു 3 ആഴ്ചക്കാലങ്ങൾക്ക് മുമ്പ് CPM സംസ്ഥാന കത്ത് നൽകിയതാണ്. അതെ, പേഴ്സണലായിട്ട് അറിയുന്നവരല്ലേ? അല്ല, ഔദ്യോഗികമായിട്ട് ഏരിയ കമ്മിറ്റി എന്ന രൂപത്തിൽ സംസ്ഥാന സെക്രട്ടറിക്ക് കത്ത് നൽകി. CPM ആലപ്പുഴ ജില്ലയിൽ 3-ാം സ്ഥാനത്ത് പോവുകയാണ്, കായംകുളത്തും 3-ാം സ്ഥാനത്ത് പോകും. CPM നോട്ടുകൾ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ഗൗരവകരമായി പാർട്ടി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയതാണ്. പക്ഷേ ആ കത്തിന് യാതൊരു വിലയും CPM നൽകിയില്ല. ഒരു പ്രതികരണമേ ഉണ്ടായില്ല. CPM ഇലക്ഷന് ശേഷം 1 മാസക്കാലത്തിന് ശേഷം അത് കത്ത് ചർച്ച ചെയ്തു. ഈ അവസ്ഥ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടും CPMന് അത് മനസ്സിലായില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം CPM 3-ാം സ്ഥാനത്തേക്ക് പോയി. ഒരു പക്ഷേ KC വേണുഗോപാൽ ആയിരുന്നില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമായിരുന്നില്ലേ? ഉറപ്പായിട്ട് വിജയിക്കുമായിരുന്നു. KC വേണുഗോപാൽ അല്ല അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ AM ആരിഫ് പരാജയപ്പെടുകയും ശോഭാ സുരേന്ദ്രൻ ജയിക്കുകയും ചെയ്യുമായിരുന്നു. 2-ാം സ്ഥാനത്ത് വന്നില്ലേ ശോഭാ സുരേന്ദ്രൻ? അതെ, അതൊരു വലിയ കാര്യമാണ് ആലപ്പുഴയെ സംബന്ധിച്ച്. CPM 3-ാം സ്ഥാനത്താണ് പോയത്. G. സുധാകരനെ പോലെയുള്ളവർ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥ CPMന് ആലപ്പുഴയിൽ ഉണ്ടാകില്ലായിരുന്നു. ഈ AM ആരിഫിനും ഇവരുടെ ഈ റാക്കറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളല്ലേ? അതെ, അദ്ദേഹത്തെ പലതവണ ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അദ്ദേഹം അത് തയ്യാറായില്ല. ഇലക്ഷൻ മുമ്പ് ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം ഫോണിൽ വിളിച്ച് പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹത്തെ ബോധ്യപ്പെട്ടു. അദ്ദേഹം ഈ കോക്കസിൻ്റെ പിന്നാലെ അങ്ങ് പോയി. ഈ കോക്കസ് പറയുന്നതാണ് സത്യമെന്ന് അദ്ദേഹം ധരിച്ചു. അതിന് അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ആലപ്പുഴയിലെ ഒരു CPM പ്രവർത്തകരുടെ ഇടയിലുള്ള ഒരു മനോഭാവം, താങ്കൾ വരുന്നതിൻ്റെ പിന്നാലെ മറ്റുള്ളവർ വരുമോ? എന്താണ് സാഹചര്യം? അതായത് CPMൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ അവസാനിച്ചു, ലോക്കൽ സമ്മേളനങ്ങൾ കഴിയാറായി, ഏരിയ സമ്മേളനങ്ങൾ ആരംഭവുമായി. CPM പ്രവർത്തകനും ഞാൻ ഏരിയ കമ്മിറ്റി കഴിഞ്ഞ 12 വർഷക്കാലങ്ങളായി CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ് ഞാൻ 7 പാർട്ടി കോൺഗ്രസ്സുകളിൽ പങ്കെടുത്തതാണ്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വരെയുള്ള അവസ്ഥ എന്ന് പറയുന്നത്, ഒരു ബ്രാഞ്ച് സമ്മേളനം CPMന് നടക്കുമ്പോൾ ഒരു ബ്രാഞ്ചിൽ പരമാവധി 15 പാർട്ടി മെമ്പർമാരാണ് CPMനുള്ളത്. ആ 15 പാർട്ടി മെമ്പർമാരും അവധിയെടുത്ത് ആ ബ്രാഞ്ച് കോൺഫറൻസിൽ സാധാരണ പങ്കെടുക്കും. 1-2 പേർ ചിലപ്പം അവരുടെ വ്യക്തിപരമായ കാരണങ്ങളാൽ ചിലപ്പോൾ പങ്കെടുക്കാം. ഇന്ന് CPMൻ്റെ ബ്രാഞ്ച് സമ്മേളനം നടക്കുന്നത് 4-5 പേരെ വെച്ച് ബ്രാഞ്ച് സമ്മേളനം നടത്തി വിടുന്നൊരു രീതിയാണ് എനിക്ക് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. അതാണ് CPMൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. സംഘടനാപരമായ തകർച്ച വലിയ തകർച്ചയാണ് CPM നേരിട്ട്. അത് കഴിഞ്ഞ് ലോക്കൽ സമ്മേളനം നമ്മൾ ഇന്ന് തന്നെ ഗോവിന്ദ മാഷ് പങ്കെടുത്തുകൊണ്ട് കരുനാപ്പള്ളിയിൽ പ്രത്യേക യോഗം ചേരുകയാണ്. കരുനാപ്പള്ളിയിൽ പാർട്ടി ഓഫീസിലേക്ക് പ്രകടനം നടക്കുന്നു, തെരുവിൽ തല്ലുന്നു, ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. ഇതാണ് പാർട്ടി. അത് അവിടെ മാത്രമല്ല, ഇപ്പോൾ എൻ്റെ സ്ഥലം, ഞാൻ പത്തിയൂർ പഞ്ചായത്തുകാരനാണ്. CPMൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള പഞ്ചായത്താണ് CPMന് പത്തിയൂർ പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ CPM
3-ാം സ്ഥാനത്ത് പോയി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള പഞ്ചായത്താണ് അല്ല പത്തിയൂർ അത് പഞ്ചായത്ത്. എങ്ങനെയാ പോയെ? അതിന്റെ ഒരു അതിൻ്റെ പ്രശ്നം എന്താ, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ചില വർഗീയ ശക്തികൾ ഇതിലേക്ക് ചേക്കേറുന്നു. ഈ വർഗീയ ശക്തികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ജിഹാദികളെ തന്നെയല്ല. അതെ 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 അവർ ചേക്കേറുന്നു. അവർ തീരുമാനിക്കപ്പെടുന്നവർ മാത്രം നേതൃത്വത്തിലേക്ക് വന്നാൽ മതി, അവർക്ക് ഇഷ്ടമുള്ളവർ മാത്രം നേതൃത്വത്തിലേക്ക് വന്നാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തുമ്പോൾ സ്വാഭാവികമായും ബാക്കിയുള്ള പ്രവർത്തകർ ഇതിൽ നിന്ന് അകന്നു പോകും. അതാണ് ഈ സാധാരണ ആൾക്കാർ ഇപ്പൊ പാർട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സജീവമല്ലാതാവുകയാണ്. സാധാരണപ്പെട്ട പാർട്ടി പ്രവർത്തകരെല്ലാം ഈ പാർട്ടി ഉപേക്ഷിച്ചിരിക്കുകയാണ്. അത് ഒരു 5 വർഷത്തിനുള്ളിൽ നമുക്ക് ബോധ്യപ്പെടും. CPM കേരളത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവും. മറ്റൊരു മുസ്ലിം ലീഗിന്റെ CPM പതിപ്പായിട്ട് മാറാനുള്ള സാധ്യതയാണോ കാണുന്നത്? മുസ്ലിം ലീഗിന്റെ പതിപ്പ് നല്ല മുസ്ലിം ലീഗായി മാറും. ആ അവസ്ഥയാണ് CPM ഇപ്പോൾ. എന്തായിരുന്നു ഈ ബാബുജാനും താങ്കളുമായിട്ടുള്ള പ്രശ്നം? അദ്ദേഹമായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ്, ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതെ അതെ. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള യുദ്ധമാണ് ഒരു പരിധിവരെ താങ്കളെ പുറത്തേക്ക് നയിച്ചതെന്നൊരു പ്രചാരണം പുറത്തുണ്ട്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ ഒരു സംഭവങ്ങളുടെ ഒരു പരമ്പര എങ്ങനെയാണ് തുടങ്ങുന്നത്? സംഭവങ്ങളുടെ പരമ്പര ആരംഭിക്കുന്നത് അല്ല, അവിടെ തുടങ്ങുന്നത് താങ്കൾ വളരെ ചെറുപ്പത്തിൽ SFI ഇതിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് താങ്കൾ അറിയപ്പെടുന്നത് നമ്മുടെ അലിയാർ സാറിൻ്റെ സഖാവ് അലിയാറിൻ്റെ ഒരു വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് ആലപ്പുഴയിൽ താങ്കൾ അറിയപ്പെട്ടിരുന്നത്. അന്ന് മുതൽ അലിയാരും ബാബുജാനും തമ്മിലുള്ള ആ വൈരാഗ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ബലിയാടാണോ താങ്കൾ? ഒരു പരിധി വരെ അത് കറക്റ്റാണ്. പക്ഷേ നമുക്ക് ബാബുജൻ്റെ എല്ലാ കാര്യത്തിനോടൊന്നും യോജിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയൊരു വിവാദമുണ്ട്. ഡിഗ്രി പാസ്സാവാത്ത ആളിന് PG കൊടുക്കുക. കായംകുളം MSM കോളേജിൽ ഡിഗ്രി പാസ്സാകാത്തയാൾ PGയുടെ അഡ്മിഷൻ നേടി പഠനം ആരംഭിച്ചു. അദ്ദേഹം സെനറ്റിലേക്ക് നോമിനേഷൻ കൊടുത്തു. കായംകുളത്തെ SFIയുടെ ഏരിയ സെക്രട്ടറിയാണ് നിഖിൽ തോമസ്. നിഖിൽ തോമസ് ബാബുജൻ്റെ സ്വന്തം ആളാണ്. നിഖിൽ തോമസ് BCom MSM കോളേജിൽ തന്നെ പഠിക്കുന്നു. പഠിച്ചു തോക്കുന്നു. തോറ്റ പിറ്റേ വർഷം തന്നെ അവിടെ PGക്ക് അഡ്മിഷൻ നേടുന്നു. പുറത്ത് വിടുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്നു. ആ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന് ആ വർഷം തന്നെ യൂണിവേഴ്സിറ്റി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കും, തുല്യതാ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതായത് പഠിച്ചിറങ്ങുന്ന ആ വർഷം തന്നെ തുല്യതാ സർട്ടിഫിക്കറ്റ് ആര് കൊടുക്കും? യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി കൊടുക്കും. അതുപോലെ തന്നെ മറ്റൊരു വിവാദമുണ്ട്. LLBക്ക് പുറത്ത് പഠിച്ച് ഏതോ ഒരു യൂണിവേഴ്സിറ്റി പഠിച്ച ഒരാൾ ഇവിടേക്ക് വരുന്നു, തുല്യതയ്ക്ക് അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ആ വർഷം തന്നെ യൂണിവേഴ്സിറ്റി തുല്യത കൊടുക്കുന്നു. അദ്ദേഹം LLMന് കേരള യൂണിവേഴ്സിറ്റി പഠിക്കുന്നു. ഇതാണ് സിൻഡിക്കേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ അവിടുത്തെ കായംകുളത്തെ വിദ്യാർത്ഥികൾക്കെല്ലാം അറിയാം നിഖിൽ തോമസ് പരീക്ഷ ജയിച്ചിട്ടില്ലെന്ന്. പക്ഷേ നിഖിൽ തോമസ് MCOമിന് പിറ്റേ വർഷം തന്നെ അവിടെ കയറുകയാണ്. സ്വാഭാവികമായി SFIക്കകത്ത് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. നമ്മളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ തൻ്റെ ഇഷ്ടക്കാരൻ നടത്തിയ ക്രമക്കേട് ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായി ആരോട് വൈരാഗ്യം ഉണ്ടാകും? എന്നോട് വൈരാഗ്യം ഉണ്ടാകും. ഇത് പിന്നീട് പല പ്രശ്നങ്ങളാവുന്നു. ഇതെല്ലാം നമുക്കൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. അല്ല, ഇപ്പൊ CPMല് ഒരു പരിധി വരെ ഈ ഭരണത്തിന്റെ സുഖവും സുഖലോലുപതയും ആസ്വദിക്കുന്ന ഒരു വിഭാഗം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ട്. അപ്പോൾ താങ്കൾക്ക് ഈ ഒഴുക്കിനൊപ്പം പോയിരുന്നെങ്കിൽ പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാവില്ലേ? ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒഴുക്കിനൊപ്പം നീന്തിയായിരുന്നെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പോഴും അതേപോലെ പോകാമായിരുന്നു. ഒഴുക്കിനെതിരെ നീന്താൻ തുടങ്ങിയപ്പോൾ ഞാൻ കുഴപ്പക്കാരനും ഞാൻ മോശക്കാരനും ഒക്കെയായി CPM ചിത്രീകരിക്കുകയാണ്. അല്ല, അത് വ്യക്തിപരമായ ആ ഒരു കേസിലും ബാബുജാൻ ഇടപെട്ടിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ട്. ഞാനും എൻ്റെ ഭാര്യയുമായി ഉണ്ടായ കുടുംബ പ്രശ്നം. ഭാര്യ മുസ്ലിമാണല്ലേ? ഭാര്യ മുസ്ലിമാണ്. ഭാര്യ മുസ്ലിം കുടുംബത്തിലെ അംഗമാണ്. ഞാനും ഭാര്യയുമായി സ്നേഹവിവാഹമായിരുന്നു. സ്നേഹിച്ചതിന് ശേഷം വിവാഹം നടന്നു. ഒരു ശ്രീനിവാസൻ സിനിമയിൽ പറയുന്ന മാതിരി ഒരു രക്തഹാരം അങ്ങോട്ടും അങ്ങനെ. അതെ അതെ അതെ. പിന്നെ എങ്ങനെ തെറ്റിലോ? പിന്നീട് കുടുംബപരമായ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. അവരും അഭിഭാഷകയാണ്, ഞാനും അഭിഭാഷകനാണ്. ഞങ്ങളുടെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പിന്നീട് കുടുംബ പ്രശ്നമായി മാറിയപ്പോൾ അത് കൃത്യമായി ഇവർക്കെല്ലാം ഉപയോഗിക്കാൻ സാധിച്ചു. പാർട്ടിക്ക് ഉപയോഗിച്ചു. എനിക്കെതിരെ പരാതി കൊടുപ്പിക്കുന്നു. എനിക്കെതിരെ പരാതി ഭാര്യ കൊടുത്തത് പാർട്ടി ജില്ലാ സെക്രട്ടറി. ഇല്ലില്ല, കോടതിയിലും എൻ്റെ ഭാര്യ കൊടുത്തിട്ടില്ല. ഭാര്യ പാർട്ടിക്ക് മാത്രമാണ് പരാതി കൊടുത്തത്.
പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തു, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ സഖാവിന്, സജി ചെറിയാൻ സഖാവിന്, ബാബുജി സഖാവിന് പരാതി കൊടുക്കുന്നു. പക്ഷെ എൻ്റെ ഭാര്യ കൊടുത്ത പരാതിയുടെ പുറത്ത്, എൻ്റെ ഭാര്യയല്ല പരാതി കൊടുത്തത്, എൻ്റെ ഭാര്യയുടെ പിതാവാണ് പരാതി കൊടുത്തത്. പിതാവ് കൊടുത്ത പരാതിയുടെ പുറത്ത് ബാബുജി സഖാവ് എഴുതി മേടിക്കുന്നു, എൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഈ പരാതി കൊടുത്തതെന്ന്. അത് ബാബുജാൻ കൊടുത്ത പരാതിയിൽ മാത്രമേ ഈ പരാമർശം, ആ പരാതിയിൽ മാത്രം. ആ പരാതിയാണ് പിറ്റേന്ന് എല്ലാ ചാനലിലും പുറത്തു വരുന്നത്. അപ്പൊ അത് ബാബുജാൻ കൊടുക്കാതെ ഈ പരാതി ചാനലിൽ വരുമോ? ഒരു ചാനലും വരില്ല. അപ്പൊ അത് താങ്കളെ തേജോവധം ചെയ്യാൻ വേണ്ടി ഈ പാർട്ടിയിലെ പ്രശ്നങ്ങൾ കാരണം മനഃപൂർവ്വം ചെയ്യുക. അതെ അതെ അതെ, ബോധപൂർവം നമ്മളെ CPM നിന്ന് പറഞ്ഞു വിടുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അതെല്ലാം ചെയ്തത്. പിന്നീട് ഈ വിഷയം വലിയ രൂപത്തിലേക്ക് മാറ്റി എന്നെ പാർട്ടിയിൽ നിന്നും 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം പാർട്ടിയിൽ എന്നെ തിരിച്ചെടുത്തു. കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യാനാണെങ്കിൽ ഇതിനേക്കാൾ വലിയ പരാതിയല്ലേ റിയാസിന്റെ പേരിലുണ്ടായിരുന്നത്? മുഹമ്മദ് റിയാസിന്റെ പേരിൽ ഡൊമസ്റ്റിക് വയലൻസ് കേസ് വരെയുണ്ട്. അതെ, അദ്ദേഹം ഇപ്പം മന്ത്രിയാണ്. എനിക്കെതിരെ കേസുമില്ല, ഭാര്യയെ കോടതി പരാതി കൊടുത്തിട്ടില്ല, സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടില്ല. എനിക്കെതിരെ പാർട്ടിയിൽ മാത്രമാണ് പരാതി ഉള്ളത്. ഇത് CPM നടക്കും. ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞു, ഇതെല്ലാം നടക്കും. അപ്പൊ ഇതേ തുടർന്നാണ് പിന്നെ താങ്കൾ പിന്നെ ഇത് ഈ വിവാഹമോചനത്തിന് അതെ, ഞാൻ വിവാഹമോചനത്തിന് പിന്നീട് 1 വർഷക്കാലം മുമ്പ് ഞാൻ പരാതി കൊടുത്തു, കോടതിയിൽ സമീപിച്ചു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ നടക്കുകയാണ്. പക്ഷെ ഇത് പാർട്ടി ഇടപെടുന്നത് എങ്ങനെയാണ്? ഇതിപ്പോ നേരത്തെ ഗൗരിയമ്മയുടെ കാര്യത്തിൽ ഇതേ പ്രശ്നം ഉണ്ടായതാണ്. ഗൗരിയമ്മയുടെ കാര്യത്തിൽ ഗൗരിയമ്മ CPM നിൽക്കുകയും TV തോമസ് CPI നിൽക്കുകയും ചെയ്ത സമയത്ത് ഇതേ ഇടപെടലുണ്ടായി. അവസാനം അവരെ വേർപിരിച്ചത് പാർട്ടിയാണെന്നുള്ള ആരോപണം പിന്നീട് വന്നു. TV തോമസ് സുഖമില്ലാതെ കിടന്നപ്പോൾ കാണാൻ പോകാൻ പോലും ഇവർ സമ്മതിച്ചില്ല. എന്തുകൊണ്ടാണ് ആലപ്പുഴയിൽ ഈ വിപ്ലവത്തിന്റെ ഈറ്റില്ലോ എന്നൊക്കെ പറഞ്ഞാൽ ആലപ്പുഴയിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നത്? ആലപ്പുഴയിൽ അങ്ങനെയാണ് അവിടുത്തെ പാർട്ടി ഇപ്പോൾ. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. അല്ല, എല്ലാ മണ്ഡലങ്ങളിലും ആലപ്പുഴയിൽ CPM ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ 3ാം സ്ഥാനത്തേക്കുള്ള തകർച്ച തീർച്ചയായും പാർട്ടി തകരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയല്ലേ? പാർട്ടിയോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം. പാർട്ടിയിൽ നിന്ന് ജനങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് ആലപ്പുഴയിൽ CPM 3ാം സ്ഥാനത്തുള്ളത്. അല്ല, നേരത്തെ ഈഴവ സമുദായം പൂർണ്ണമായും CPMന്റെ കൂടെ നിന്നിരുന്നതാണ്. ഇത്തവണ അതിനകത്തൊക്കെ ഒരു അടപടലുള്ള മാറ്റം വന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ ഞാൻ സാറിനോട് ആദ്യം പറഞ്ഞത് തന്നെയാണ്. ഈഴവ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ആലപ്പുഴ ജില്ല. ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് ഇന്ന് ആ പാർട്ടിയിൽ സ്ഥാനമില്ല. ഇല്ല. ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ. എങ്ങനെയാണ് പിന്നെ ഈ BJP എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങ് ചൂസ് ചെയ്യാൻ കാരണം, തിരഞ്ഞെടുക്കാൻ കാരണം? കഴിഞ്ഞ 1 വർഷക്കാലങ്ങളായി പാർട്ടിയിൽ തുടരുകയാണ്. എനിക്ക് സ്വാഭാവികമായി ഞാൻ കുറേയേറെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുകയാണ്. ഈ നാട്ടിൽ നടത്തുന്ന വികസന പദ്ധതികളെല്ലാം തന്നെ ഞാൻ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് എടുത്താൽ ഞങ്ങളുടെ ദിവസവും എന്നാണ് നാഷണൽ ഹൈവേ കൂടെ തിരുവനന്തപുരത്ത് വരുന്ന ആലപ്പുഴ ബൈപ്പാസ് നമ്മുടെ 50 വർഷം കഴിഞ്ഞിട്ടാണ് അതെ നിതിൻ ഗഡ്കരി വന്നപ്പോൾ തുറന്നത്, പണിയെടുത്തു. അത് സുധാകരൻ സാർ തന്നെ പറഞ്ഞു, നിതിൻ ഗഡ്കരി ഏത് രൂപത്തിൽ ഇടപെടുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടാണ് അതന്ന് തുറക്കാൻ സാധിച്ചത്. നമ്മുടെ നാഷണൽ ഹൈവേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാട്ടിലെ വികസനം, നമ്മുടെ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വികസനമാണ് നാഷണൽ ഹൈവേ NH66. 2 നമ്മുടെ റെയിൽവേയിലുണ്ടായ വികസനം നമുക്ക് അറിയാമല്ലോ. എൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ആലപ്പുഴയും കായംകുളവും. ആ റെയിൽവേ സ്റ്റേഷനിൽ വന്ന മാറ്റം, ട്രെയിനുകളുടെ വർധനം, അടിസ്ഥാന സൗകര്യം വർധനിച്ചു, യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. അന്നേരം നമുക്കിതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വികസന പദ്ധതികളാണ്. കഴിഞ്ഞ 10 വർഷം രാജ്യം ഭരിച്ച BJP ഗവൺമെൻറ് സാധാരണക്കാരന് വേണ്ടി നടപ്പിലാക്കിയ ധാരാളം പദ്ധതികളുണ്ട്. കാർഷിക മേഖലയിലായാലും കർഷകർക്ക് ധാരാളം അവർ കഷ്ടപ്പെടുന്നതിന് ഒരു തുക സ്വന്തം അക്കൗണ്ടിലേക്ക് ഗവൺമെൻറ് നൽകുന്നു. അങ്ങനെ ധാരാളം പദ്ധതികൾ ഈ നാട്ടിൽ BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കി. അതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാകർഷണം തോന്നി. CPM പറയുന്നത് പോലൊരു വിരോധമൊന്നും BJPയോട് കാണിക്കേണ്ടതില്ല. ആ കാലം കഴിഞ്ഞു. ഇന്ന് ജനങ്ങൾ വരെ അത് ബോധ്യപ്പെട്ടു. ആരാണ് നല്ല രൂപത്തിൽ ഈ രാജ്യം ഭരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇത്രയേറെ വോട്ടുകൾ നമ്മുടെ നാട്ടിൽ BJPക്ക് കിട്ടിയത് തന്നെ. അതിൽ സംസ്ഥാന നേതൃത്വത്തിന് ഒരു വലിയ പങ്കുണ്ട്. ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. നല്ലൊരു ശതമാനം വോട്ട് വർധനവ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നല്ല മുന്നേറ്റം ഉണ്ടാകും.
അതിൽ വോട്ട് നഷ്ടപ്പെടാൻ പോകുന്നത് യാതൊരു സംശയവും വേണ്ട, CPM-ൻ്റെ വോട്ടുകളാണ് BJP-യിലേക്ക് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. അപ്പം ഈ ഒരു തിരിച്ചറിവ് ഒരു പക്ഷേ താങ്കളെ പോലെ ഇത്രയും വർഷം 10-30 വർഷം 42 വയസ്സിനിടെ 30 വർഷവും പാർട്ടിക്ക് വേണ്ടി ജീവിതം കൊടുത്ത ഒരാൾ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടും സംസ്ഥാന നേതൃത്വം ഇത് തിരിച്ചറിയുകയോ ഇടപെടുകയോ ചെയ്യുന്നില്ലേ? സംസ്ഥാന നേതൃത്വം ഇടപെട്ടാൽ പോലും ജില്ലയിൽ ഞാൻ പറഞ്ഞ ആ കോക്കസ് ഉണ്ട്, ആ കോക്കസ് ഇതൊന്നും കണ്ടില്ല എന്നടിച്ച് അവർക്ക് അവരുടെ ഇഷ്ടക്കാർ, ഞാൻ സാറ് പറഞ്ഞല്ലോ, ഒഴുക്കിനെതിരെ നീന്തുന്നവരെ അവർക്ക് വേണ്ട, ഒഴുക്കിനോടൊപ്പം നീന്തുന്നവരെ മാത്രമേ അവർ ഉൾപ്പെടുത്തിയുള്ളൂ. അത് അവരോടൊപ്പം സഞ്ചരിക്കണം, അവർ പറയുന്നത് കേട്ട് സഞ്ചരിക്കണം. അങ്ങനെ നമ്മൾ വേറെ കുഴപ്പമൊന്നും നടത്താറില്ല, നമ്മുടെ അഴിമതിക്കാരനുമല്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ 30 വർഷക്കാലം ഇതിനകത്ത് സ്ട്രെയിറ്റ് ആയിട്ടാണ് നിന്നിട്ടുണ്ട്. എൻ്റെ അമ്മ എന്നേക്കാൾ മുമ്പ് ഈ പാർട്ടിയിൽ വന്ന് 20 വർഷം നല്ല പദവി അലങ്കരിച്ച ആളാണ്. അതുകൊണ്ട് നമുക്ക് ആ രൂപത്തിലൊന്നും പാർട്ടിയുടെ പോക്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ CPM ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. എങ്ങനെ വിഷമം ഉണ്ടായിരുന്നു സത്യത്തിൽ? നമുക്കിപ്പോൾ ഒരു വർഷക്കാലങ്ങൾ നമ്മളിത് കണ്ടിരിക്കുകയാണ്. നമുക്കൊരു വിഷമം സ്വാഭാവികമായി നമ്മൾ വിളിച്ച മുദ്രാവാക്യങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ. ആ വിഷമം ഒരു മനുഷ്യ എന്ന രൂപത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ എങ്ങനെ എടുത്തു ഈ തീരുമാനം പാർട്ടി വിടുക BJP-യിലേക്ക്? അതിപ്പം സ്വാഭാവികമായി സാറിനെ പോലുള്ള ഒരാൾ എനിക്ക് കരുത്തായിട്ടുള്ളപ്പോൾ സാറ് പറഞ്ഞ സാറിനകത്തൊരു നിർണായകമായ പങ്ക് വഹിച്ചു. അതെ, അന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു BJP-യിലേക്ക് വരൂ എന്നത്. അതെ, അതൊരു പ്രചോദനമായി എനിക്ക്. സാറിൻ്റെ നിരന്തരമായ നമ്മളോടുള്ള സമീപനം, സാറിൻ്റെ ഇടപെടൽ എല്ലാം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരാനൊരു പ്രധാനപ്പെട്ട കാരണം. തീർച്ചയായിട്ടും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഭരണകർത്താവ്, അദ്ദേഹത്തെ CPM-ൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തെയും കൂടെ താങ്കൾ എങ്ങനെ താരതമ്യപ്പെടുത്തും? അതൊന്നും താരതമ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല സാർ. CPM ഇപ്പോഴത്തെ നേതൃത്വവും കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. അതിൻ്റെ ഒരു അവസാന സ്റ്റേജാണ്. ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് പ്രതീക്ഷയില്ല. CPM പ്രവർത്തകർക്ക് ഇപ്പോൾ CPM-ൽ പോലും പ്രതീക്ഷയില്ല. അപ്പോൾ 5 വർഷക്കാലങ്ങൾ കൊണ്ട് ജനങ്ങൾക്കെല്ലാം ഇത് ബോധ്യപ്പെടും. എത്രയേറെ വിവാദങ്ങൾ ഈ നാട്ടിലുണ്ടായി. CPM-മായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യും, വിവാദങ്ങളൊക്കെ നമുക്കറിയാം. ഇതിനെതിരെ സംസ്ഥാന സെക്രട്ടറിക്ക് വല്ലതും സംസാരിക്കാൻ പറ്റുമോ ഈ പാർട്ടിക്കകത്ത്? ഇവരാരെങ്കിലും വിളിച്ചോ ഈ പാർട്ടി മാറാനുള്ള തീരുമാനം? എന്നെ ഒത്തിരിയേറെ പേർ വിളിച്ചു. തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷം അതുവരെ രഹസ്യമായിട്ട് വെച്ചിരിക്കും? അതെ, രഹസ്യമായിട്ട് വെച്ചിരിക്കുക. വിളിച്ചവരോട് എന്താ പറഞ്ഞത്? വിളിച്ചവരോട് നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ മാത്രമാണ് പറയാൻ പറ്റും. എനിക്കുണ്ടായ അനുഭവങ്ങൾ ഈ വിളിച്ചവർക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട്. പേഴ്സണലായിട്ട് സംസാരിക്കും, നമ്മളെല്ലാം സംസാരിക്കും. പലരും വരും. സാറേ നോക്കി, ആയിരക്കണക്കിന് പേർ ആലപ്പുഴ ജില്ലയിൽ CPM വിട്ട് BJP-യിലേക്ക് വരാൻ പോവുകയാണ്. ഈ സമ്മേളനം കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാം BJP-യുടെ ഭാഗമായി മാറും. CPM-മാർക്ക് ഇപ്പോൾ ആകെ പ്രതീക്ഷയുള്ള പാർട്ടി BJP എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് അല്ല, BJP തന്നെയാണ്. BJP തന്നെയാണ്. ഒരു പക്ഷേ സംസ്ഥാനത്ത് ഇപ്പോഴും ഇവർ പറയുന്നത് ഒരു പക്ഷേ CPM പരാജയപ്പെട്ടാൽ കോൺഗ്രസ് വരും എന്ന് പറഞ്ഞാൽ പോലും BJP-യിലേക്ക് തന്നെയാണ് പ്രതീക്ഷ എന്നുള്ളത് സത്യമാണ്. CPM-ൻ്റെ നല്ലൊരു ശതമാനം പ്രവർത്തകർക്കും BJP-യിലാണ് പ്രതീക്ഷ. സത്യസന്ധമായി പറയുകയാണ്. ചിലപ്പം പേടിച്ച് CPM-ലെ നേതാക്കന്മാരെ പേടിച്ച് ചിലപ്പോൾ അണികൾ പറയത്തില്ല. പക്ഷേ സത്യസന്ധമായി ചോദിക്കുകയാണെങ്കിൽ അവർ മനസ്സുകൊണ്ട് പറയും BJP-യിലാണ് പ്രതീക്ഷ. ഞാൻ പറയാം, ഞാൻ CPM വിടാൻ തീരുമാനിച്ചപ്പോൾ എന്നോട് അടുപ്പമുള്ളവരെല്ലാം ഞാൻ ചോദിച്ചു, ഞാൻ എന്താണ് ഒരു സമീപനം എടുക്കേണ്ടത്? എനിക്ക് ഈ പാർട്ടിയിൽ പ്രതീക്ഷയില്ല. ആ സമീപിച്ച ഒരാൾ പോലും പറഞ്ഞില്ല ഞാൻ കോൺഗ്രസ്സിലേക്ക് പോകാൻ. അവരെല്ലാവരും പറഞ്ഞത് BJP-യിലേക്ക് പോകാനാണ്. അവരൊരാളും പറഞ്ഞില്ല CPM-ൽ നിൽക്കാൻ. അവരെല്ലാവരും പറഞ്ഞത് BJP-യിലേക്ക് പോകും, നമുക്കിനി BJP-യുള്ളൂ പ്രതീക്ഷ. അതാണ് CPM-ലെ ഒരു നല്ലൊരു ശതമാനം അനുഭാവികളുടെ അഭിപ്രായം. ഈ CPM-ലെ അനുഭാവികളുടെയും പ്രവർത്തകരുടെയും എന്നുവെച്ചാൽ ഈ ജിഹാദി അല്ലെങ്കിൽ ഇസ്ലാമിക സ്വാധീനമില്ലാത്തവരുടെ മുഴുവൻ അഭിപ്രായം ഈ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 90% പേരുടെ അഭിപ്രായം ഈ രൂപത്തിലേക്ക് മാറുകയാണ് കേരളത്തിലുടനീളം. ഈ മരുമകൻ്റെ ഒരു ഇടപെടൽ ഇതിനകത്ത് വളരെ ശക്തമാണ് പാർട്ടിയിലും പാർട്ടി സംവിധാനത്തിലും. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണെന്ന് ഇസ്ലാമിൻ്റെയും ആരിഫിൻ്റെയും ഒക്കെ പിന്നിൽ അദ്ദേഹമാണെന്ന് ആരോപണമുണ്ടല്ലോ. സത്യമാണ്.
അവരുടെ എല്ലാം പിന്നിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. എന്താണ് ഇതിന്റെ ഒരു ഓപ്പറേഷൻ? കുറച്ചുകൂടെ തുറന്നു പറയും കൃത്യമായി. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് എല്ലാം പറയില്ല. ആ, ഇപ്പം നമ്മുടെ ആ ഒരാളല്ലല്ലോ, ആ. നമുക്കതുകൊണ്ട് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷെ സാറ് പറഞ്ഞതൊരു കാര്യം അത് സത്യമാണെന്ന് മാത്രം എനിക്കറിയാം. അതാണ് എനിക്കുണ്ടായ അനുഭവം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയും അത് സത്യമാണ്. അദ്ദേഹം ഇവരായിട്ടൊക്കെ നിരന്തരമായിട്ട് ബന്ധം വെക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, അവരെല്ലാം ലീഡേഴ്സ് അല്ലേ. ആ. സ്വാഭാവികമായിട്ട് ബന്ധം വെച്ചാലല്ലേ ആ ഒരു പ്രവർത്തനം നടക്കുകയുള്ളൂ. അങ്ങനെ സ്വാഭാവികമായി ഇവരെല്ലാം തമ്മിൽ ബന്ധമുണ്ട്. ആ രൂപത്തിൽ നിന്നെങ്കിൽ മാത്രമേ, ഇന്ന് അവരോടൊപ്പം നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാർട്ടിയിൽ നിൽക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലേക്ക് പാർട്ടി എത്തി. അങ്ങനെ നിൽക്കാൻ നമുക്ക് താല്പര്യമില്ല, അതുകൊണ്ട് നമ്മൾ പാർട്ടിയിൽ നിന്ന് പോകുന്നു. ഇപ്പം VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം സജീവമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഈ സ്ഥിതി ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു. ഈ അദ്ദേഹം എതിർക്കുമായിരുന്നു, ശക്തമായി എതിർക്കുമായിരുന്നു. അദ്ദേഹം എതിർത്തിട്ടുണ്ടല്ലോ, നമ്മളെല്ലാം അത് കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തെ പോലെ ചോദ്യം ചെയ്യാൻ ഒരാളില്ലാത്തതാണ് ഇന്ന് ഈ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അല്ലെ? G. സുധാകരൻ എന്തുകൊണ്ടാണ് നിശബ്ദനാകുന്നത്? VS പോലെ ചോദ്യം ചെയ്യാൻ ശേഷിയുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തെ നിശബ്ദനാക്കി, ഈ ശക്തിയെ നിശബ്ദനാക്കി. പക്ഷെ ചില സമ്മേളനങ്ങളിൽ, ഒറ്റപ്പെട്ട സമ്മേളനങ്ങളിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം. പക്ഷേ ചില സമയത്ത് പെട്ടെന്ന് വീണ്ടും ഈ പാർട്ടി സംവിധാനത്തോടൊപ്പം ഈ അനീതിക്കൊപ്പം ഒഴുകി പോകാനാണ് G. സുധാകരൻ തയ്യാറാവുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം ഒരു ശക്തമായ പ്രതിരോധം ഉയർത്തി പാർട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ല? പ്രതിരോധം ഉയർത്താൻ അദ്ദേഹം ശ്രമിച്ചാലും ഇപ്പം ഈ പാർട്ടിയിൽ നടക്കില്ല. ഞാൻ പറഞ്ഞത്, ഈ പാർട്ടി വേറൊരു രൂപത്തിൽ ആ ശക്തിയുടെ കയ്യിലേക്ക് എത്തി. അങ്ങനെ പ്രതിരോധം സൃഷ്ടിക്കുന്നവരെല്ലാം ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന സമീപനമാണ് ഈ ശക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പറ്റാത്തത്. പിന്നെ അദ്ദേഹം ഇത്രയും കാലം ഈ പാർട്ടിയുടെ ഭാഗമായി നിന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോഴും കണ്ണടച്ച് ചില കാര്യങ്ങളിലെല്ലാം മുന്നോട്ട് പോകുന്നത്. പക്ഷെ അദ്ദേഹമൊന്നും ഈ അനീതിയൊന്നും ഒത്തിരി കാലം കൂട്ടുനിൽക്കില്ല. അദ്ദേഹം ശക്തമായി പ്രതികരിക്കും. അല്ല, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. ഞാൻ പാർട്ടിയുടെ ആളാണ്, എനിക്ക് പാർട്ടി വിട്ടിട്ട് വേറെ കാര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണല്ലോ അദ്ദേഹത്തിന്റെ പ്രതികരണം. അതൊരു പരിധിവരെ ഈ അഴിമതിക്കും അനീതിക്കും കീഴടങ്ങുകയും അതിന് കൊടിപിടിക്കുകയും ചെയ്യല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ അങ്ങനെ ചെയ്യില്ല. എന്തെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹം പറയും, അദ്ദേഹം അഭിപ്രായം പറയും. സാറ് പ്രതീക്ഷിച്ചോ, ഒരു അഭിപ്രായം അദ്ദേഹം പറയും. അദ്ദേഹം വീക്ഷിക്കുകയാണ്, അദ്ദേഹം നിശബ്ദനാകില്ല ഒരിക്കലും. അദ്ദേഹം ഒരിക്കലും അനീതിക്കെതിരെ നിശബ്ദനാകുന്ന ആളല്ല. ഏത് അഴിമതിക്കെതിരെയും ശക്തമായി പ്രതികരിച്ചിട്ടുള്ള ആളാണ് ഏത് ഘട്ടത്തിലും. അതുകൊണ്ടാണ് അദ്ദേഹത്തോടൊപ്പമുള്ളവരെല്ലാം പോളിറ്റ് ബ്യൂറോയിൽ എത്തിയിട്ടും അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ പോലും എത്താത്തത്. അദ്ദേഹം അനീതിക്കെതിരെ ശക്തമായ ശബ്ദം ഉയർത്തുന്നുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും G. സുധാകരൻ പ്രതികരിക്കും എന്ന് തന്നെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അതെ, അദ്ദേഹം അങ്ങനെയാണ്. അദ്ദേഹം ഒരു സത്യസന്ധനായ മനുഷ്യനാണ്, ഒരു പച്ചയായ മനുഷ്യനാണ്. അദ്ദേഹം പ്രതികരിക്കും. ഈ താങ്കളുടെ മാറ്റം, താങ്കളും അതോടൊപ്പം ഇനിയും ധാരാളം ആൾക്കാർ BJPയിലേക്ക് ചേരാൻ വേണ്ടി മാറി നിൽക്കുകയാണ്. അത് വരുന്ന ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ ബാധിക്കും? ഏതൊക്കെ മണ്ഡലത്തിൽ താങ്കൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും? നമ്മുടെ ഇപ്പം എൻ്റെ സ്വാധീനം എന്നുള്ളതല്ല, CPM ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തിരിച്ചടി ഉണ്ടാകും. ഇപ്പം കായംകുളം CPM കഴിഞ്ഞ 20 വർഷക്കാലങ്ങളായി തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. അവിടെ CPM ഇത്തവണ 3ാം സ്ഥാനത്ത് പോയി. ഹരിപ്പാട് 10 വർഷക്കാലങ്ങൾക്ക് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള ഒഴിച്ചുള്ള ബാക്കി തെരഞ്ഞെടുപ്പുകളിലെല്ലാം CPM 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥലമായിരുന്നു ഹരിപ്പാട്. മാത്രമാണ് ഒരു ധാരണ ഉള്ളതുകൊണ്ട് മാത്രമാണ് രമേശ് രക്ഷപ്പെട്ടുള്ളത്. അതെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് എപ്പോഴും CPM കഴിഞ്ഞ കുറച്ച് നാളുകളായി പരാജയപ്പെട്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും 1ാം സ്ഥാനത്ത്, എല്ലാ തെരഞ്ഞെടുപ്പിലും 1ാം സ്ഥാനത്ത്. പക്ഷേ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്ത് പോയി. അമ്പലപ്പുഴയിൽ 1000 വോട്ട് വ്യത്യാസം മാത്രമാണ് CPM-ഉം BJP-യും തമ്മിലുള്ളത്. അരൂർ CPM മുന്നേറി. ചെങ്ങന്നൂർ ശക്തമായ മുന്നേറ്റമാണ് BJP-ക്ക് ഉണ്ടായത്. മാവേലിക്കരയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ 10,000-ലധികം വോട്ട് BJP-ക്ക് വർദ്ധിച്ചു. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെല്ലാം ചേർത്തല മണ്ഡലത്തിൽ BJP-ക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്തേക്ക് എത്തി. ആലപ്പുഴ ജില്ലയിൽ CPM 3ാം സ്ഥാനത്തേക്കും പോയി. അത് തന്നെ ഏറ്റവും അടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് കൃത്യമായി ഒരു നേട്ടം BJP-ക്ക് ഉണ്ടാകും. BJP-ക്ക് 1-ലധികം സീറ്റ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലുണ്ടാകും. ഇത് എന്തെങ്കിലും കറക്ഷന് സാധ്യതയുണ്ടോ CPM-ന്? കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതൃത്വം ഇല്ല ഇന്ന്.
കറക്ഷൻ ചെയ്യാൻ തയ്യാറല്ല സി പി എം. എങ്കിൽ ഇത്രയേറെ പേർ സി പി എം വിട്ടിപ്പോൾ പോയില്ലായിരുന്നു. അത് കറക്റ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഇന്ന് സി പി എമ്മിലുള്ള പ്രവർത്തകർക്ക് പോലുമില്ല. അതുകൊണ്ടാണല്ലോ സി പി എം പ്രവർത്തകർ ബി ജെ പിക്ക് ഇത്തവണ വോട്ട് ചെയ്തത്. യു ഡി എഫിനേക്കാൾ വോട്ട് ബി ജെ പിക്ക് കിട്ടിയത് സി പി എം കറക്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തതുകൊണ്ട് സി പി എം പ്രവർത്തകരാണ് വോട്ട് ചെയ്തത്. അതൊരു ട്രെൻഡായി കഴിഞ്ഞു. ഒരു ട്രെൻഡാണ് ഇത്. കൂടുതലും ഒരു സി പി എമ്മിലെ ഒരു ഹിന്ദു ധ്രുവീകരണം ആണോ ഈ തരത്തിലുള്ള ഒരു മാറ്റത്തിന് കാരണം? ഹിന്ദു ധ്രുവീകരണമല്ല, ജിഹാദികളുടെ ഈ ഒരു ജിഹാദികളുടെ ഈ കടന്നുകയറ്റം എന്ന് പറയാം. അതില് വിഷമിച്ചിട്ട് തന്നെയാണ് ആൾക്കാർ പുറത്തേക്ക് വരുന്നത്. അതെ, അത് സംശയം വേണ്ട. അവരിൽ ഒരു പ്രതീക്ഷയും ഇല്ല. അവർ വിളിക്കുന്ന മുദ്രാവാക്യവും പ്രവൃത്തിയും രണ്ടും രണ്ടാണ്. ഇപ്പം മുദ്രാവാക്യം വിളിക്കുന്നതെല്ലാം മതേതരത്വം ഉയരട്ടെ എന്നാണ്, പക്ഷേ പ്രവൃത്തി അതല്ല. മുസ്ലിം രക്തമാണ്. അതെ, അതിനുവേണ്ടി മാത്രമാണ് സി പി എം നിലകൊള്ളുന്നത്. ഇപ്പോൾ എന്താണ് ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷ? എനിക്ക് പ്രതീക്ഷ കേരള സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിൽ വരും. ഇനി കേരളത്തിലുണ്ടാകാൻ പോകുന്ന വികസനങ്ങൾ ബി ജെ പി അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ സാധിക്കൂ. നല്ല നല്ല വികസന പദ്ധതികൾ, ധാരാളം പദ്ധതികൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ എന്താ, നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് അതൊന്നും സാധിക്കില്ല. ഇവിടെ നിന്ന് നമ്മുടെ ഒരു എം പിമാർ പോയാൽ, ബി ജെ പിയുടെ എം പിമാർ പോയാൽ നമ്മുടെ നാട്ടിൽ തൊഴിലവസരങ്ങൾ കിട്ടുന്ന ധാരാളം പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കും. പ്രധാനമായും ചെറുപ്പക്കാരാണല്ലോ നമ്മുടെ നാടിൻ്റെ പ്രതീക്ഷ. ആ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല. കണക്കുകൊണ്ട് സാധിക്കുന്നുണ്ട്, കണക്കുകൊണ്ട് അവർ അതിനെ ഒപ്പിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ എന്ത് പദ്ധതിയാണ് നമ്മുടെ കേരളത്തിൽ 1000 ചെറുപ്പക്കാർക്ക്, യുവതി യുവാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്ത് പദ്ധതി കേരളത്തിൽ സി പി എം നടപ്പിലാക്കി? ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന പദ്ധതികൾ, ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ കേരളത്തിൽ വരും. ഇനി എന്തായാലും കോൺഗ്രസിനെ കൊണ്ട് സാധിക്കില്ല, സി പി എമ്മിനെ കൊണ്ട് ഒട്ടും സാധിക്കും. ഇത് ജനങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. ഇനി ബി ജെ പിയെ കൊണ്ട് മാത്രമേ ഈ നാട്ടിലൊരു വികസന പദ്ധതികൾ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു മാറ്റം കേരളത്തിൽ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എനിക്ക് പോലും ചിന്ത ഉണ്ടായത്. എന്തുകൊണ്ടാണ്? ഇനി ഈ കേരളത്തിൻ്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കായംകുളത്തെ പ്രതിഭ ഫാക്ടർ താങ്കളായിട്ട് എങ്ങനെ നല്ല ടൈംസിലായിരുന്നു? ഞാൻ വേണ്ടത്ര ടേംസിലൊന്നും അല്ല. ഒരു എം എൽ എ എന്ന രൂപത്തിൽ അവർ തികച്ചും പരാജയമാണ്. കഴിഞ്ഞ 10 വർഷക്കാലങ്ങൾ, കഴിഞ്ഞ 9 വർഷമായി എം എൽ എ ആയിട്ട് എന്ത് വികസന പദ്ധതികളാണ് അവിടെ നടപ്പിലാക്കിയത്? റോഡ് കൊണ്ടുവന്നു, റോഡ് എല്ലാ എം എൽ എമാരും കൊണ്ടുവരും. നമുക്ക് ജനങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വികസന പദ്ധതി ഞാൻ പറയാം. ജി സുധാകരൻ സാർ അവിടെ എം എൽ എ ആയിരുന്നു 95-2000 കാലഘട്ടത്തിൽ. അദ്ദേഹം അവിടെ BEd കോളേജ് കൊണ്ടുവന്നു, പോളിടെക്നിക്ക് കൊണ്ടുവന്നു. നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന വികസന പ്രവർത്തനം. സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നു, ചൂണ്ടിച്ചൂട്ടി കാണാം. മിനി സിവിൽ സ്റ്റേഷൻ, പോളിടെക്നിക്ക്, വനിതാ പോളിടെക്നിക്ക്, BEd കോളേജ് അദ്ദേഹം കൊണ്ടുവന്നതാണ്. ചൂണ്ടിക്കാണിക്കാം ഇന്ന. CK സദാശിവൻ സാർ എം എൽ എ ആയി വന്നു. ടൂറിസം പദ്ധതി 3 അദ്ദേഹം നടപ്പിലാക്കി. അവിടെ ധാരാളം വേറെ വികസന പദ്ധതികൾ അവിടെ കൊണ്ടുവന്നു. കുട്ടനാട് പ്രോജക്റ്റിന്റെ ബാക്കിൽ ആദ്യം അതെ. അവരൊക്കെ കൊണ്ടുവന്ന ഇന്ന പ്രൊജക്റ്റുകളാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രതിഭ കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ, ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ? CK കൊണ്ടുവന്ന് തിയേറ്റർ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് CK ആണ് സ്ഥലം എടുത്തിട്ടത്. തിയേറ്റർ പണം അനുവദിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്, പക്ഷെ കെട്ടാൻ സാധിച്ചപ്പോഴാണ്. അതുമാത്രം ആകെ കാണിക്കുക. അതിപ്പോൾ കൊണ്ടുവന്നതല്ല. CK സദാശിവൻ എം എൽ എ ആയിരുന്നപ്പോൾ സ്ഥലം CK സദാശിവൻ മേടിച്ചിട്ട് ഇപ്പോൾ അവിടെ തിയേറ്റർ പണിയുന്നു. ആ ഒരു തിയേറ്റർ അല്ലാതെ കായംകുളത്ത് ഏത് വികസന പദ്ധതിയാണ് ഇപ്പോഴത്തെ എം എൽ എ കൊണ്ടുവന്നത്? ഒരു വികസന പദ്ധതിയും കൊണ്ടുവന്നിട്ടില്ല. ഒരു കാര്യം സത്യസന്ധമായിട്ട് വിലയിരുത്തുമ്പോൾ ഈ 100 വയസ്സിൽ കൂടുതലായ VS അച്യുതാനന്ദനെ 80 വയസ്സായ പിണറായിയേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? പിണറായി സാറിന് ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയായി വരുമ്പോൾ, പക്ഷെ ഇപ്പോൾ ഇല്ല. അതെങ്ങനെ നഷ്ടമായെന്ന് ചോദിക്കും. നഷ്ടമായെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്ന മരുമം വന്നതിന് ശേഷമാണ് നഷ്ടമായതാണ്. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ നടപ്പിലാക്കാനൊന്നും പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അദ്ദേഹത്തിന് വളരെ പ്രതീക്ഷയോടുകൂടി ആദ്യ ഗവൺമെൻറ് കാലത്ത് എല്ലാവരും കണ്ടത്. രണ്ടാമത്തെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. പക്ഷേ രണ്ടാമത്തെ ഗവൺമെൻറ് ഇപ്പം 4 വർഷമായി.
ഒരു പ്രതീക്ഷയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടത്. ഈ ശബരിമല പ്രശ്നത്തിൽ പാർട്ടിയിൽ അന്ന് താങ്കൾ സജീവമായിട്ട് CPM-ലുള്ള സമയമാണ്. എന്തായിരുന്നു പാർട്ടിക്ക് അകത്തെ ഒരു ചർച്ചയും അവിടുത്തെ അടിയൊഴുക്കും? പാർട്ടിക്കകത്തെ വിശ്വാസികളെല്ലാം അതിനെതിരായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM വലിയ രൂപത്തിൽ തോറ്റത്. ഭയങ്കരമായിട്ട് തോറ്റു. അതെ, ആ CPM-നകത്തെ വിശ്വാസികളായിട്ടുള്ളവരെല്ലാം എതിരായിരുന്നു. അത് ചിലരുടെ മാത്രം തീരുമാനമായിരുന്നു. പാർട്ടിയുടെ തീരുമാനം എന്ന് പറയാൻ പറ്റത്തില്ല, ചിലരുടെ മാത്രം തീരുമാനം എന്ന് പറയാനേ പറ്റുള്ളൂ. ആ ചിലരെന്ന് പറയുന്നത് നമുക്കറിയാം ആരാന്നുള്ളത് സാറിന് അറിയാം. പിന്നല്ല, നമ്മൾ മുഖ്യമന്ത്രി അറിയാതെ ഒന്നും സാധിക്കില്ലല്ലോ. മുഖ്യമന്ത്രിയാണല്ലോ അത്. മുഖ്യമന്ത്രി തീരുമാനിക്കാതെ സ്ത്രീകൾ ഒരിക്കലും എവിടെ കയറില്ല, സന്നിധാനത്തേക്ക് പോവില്ല. വിശ്വാസിയാണോ? ഞാൻ വിശ്വാസിയാണ്. പണ്ടും വിശ്വാസിയാണ്, എന്നും വിശ്വാസിയാണ്. ശബരിമല പോവാറുണ്ട്? ഞാൻ ശബരിമല പോവാറുണ്ട്. അപ്പൊ ഈ ശബരിമലയിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ളവര് കയറുന്നതിനെ കുറിച്ചുള്ള താങ്കളുടെ നിലപാട് എന്താണ്? വിശ്വാസം ഒരിക്കലും വിശ്വാസമായി തന്നെ, ആചാരമായി തന്നെ തുടരണം. അപ്പൊ ഈ കടകപ്പള്ളി സുരേന്ദ്രനൊക്കെ തൊഴാതിരിക്കുകയും രാധാകൃഷ്ണൻ കൈ താഴ്ത്തിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആ സംവിധാനത്തെ ഒരു CPM നേതാവ് എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ അമ്പലത്തിൽ പോയാൽ കൈകൂപ്പി തൊഴും. കടകംപള്ളി സാഹിബിനായാലും തൊഴാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ തൊഴാൻ മനസ്സുകൊണ്ട് തൊഴുന്നുണ്ട്. പക്ഷെ തൊഴാൻ ഒരു പേടി, പാർട്ടി പേടിച്ചായിരിക്കാം. അല്ല, അത് CPM-ല് എന്തുകൊണ്ടാണ് ഈ ഹിന്ദു ഭക്തർക്ക് എതിരെ മാത്രം ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്? നിങ്ങളുടെ പാർട്ടി സമ്മേളനത്തില് നിസ്കാരപ്പായം ഒരുക്കി നിസ്കാരത്തിന് സ്ഥലം ഒരുക്കുന്നുണ്ട്. പക്ഷെ ഹിന്ദു ഭക്തർ ശബരിമലയിൽ പോയാൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, അതിനെ എന്തുകൊണ്ടാണ് നേരത്തെ ചെറുക്കാൻ കഴിയാതിരുന്നത്? ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചോദ്യം ചെയ്യാനൊന്നും നമ്മളെ നിന്നിട്ട്, നമ്മൾ ചോദ്യം ചെയ്യാൻ അങ്ങനെ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു സ്ഥിതിയാണല്ലോ CPM-ന് അന്നുണ്ടായിരുന്നത്. പക്ഷെ ഇന്നാണെങ്കിൽ ചോദ്യം ചെയ്യാൻ പറ്റും. ഇന്ന് ആർക്കും എന്തും പറ്റുന്ന രൂപത്തിലേക്ക് CPM മാറി. ആർക്കും എന്തും ചെയ്യാം. പണ്ട് അങ്ങനൊന്നും CPM പറ്റില്ലായിരുന്നു. അതാണല്ലോ സാറേ നമ്മുടെ CPM-ൽ ബഹുഭൂരിപക്ഷം പേരും ഇപ്പോൾ CPM പോകുന്നത്. ഇപ്പോൾ CPM-ൽ എന്തും നടക്കും. ഇപ്പോൾ കയ്യാങ്കളി നടക്കല്ലേ സമ്മേളനങ്ങളിൽ മൊത്തം. കേരളത്തിലെ CPM-ലെ സമ്മേളനങ്ങളിൽ കയ്യാങ്കളി എന്നുള്ളത് മുമ്പ് കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് CPM-ൻ്റെ സമ്മേളനങ്ങളിൽ കയ്യാങ്കളിയിലും പാർട്ടി ഓഫീസിലേക്ക് മാർച്ചും വരെ നടത്തുന്ന സ്ഥിതിയിലേക്ക് CPM എത്തി. CPM-ൽ ഇപ്പോൾ എന്ത് നടക്കും? ക്രിസ്ത്യാനികൾക്ക് വളരെ കുറവേ ഉള്ളൂ CPM-ൽ, വളരെ കുറവ്. അത് ഹിന്ദുക്കളാണെന്ന് അവിടുത്തെ മെജോറിറ്റി, പ്രത്യേകിച്ച് ഈഴവ സമുദായമായിരുന്നു CPM-ന്റെ ബാക്ക്ബോൺ. അവർക്ക് ഇന്ന് പാർട്ടിയിൽ നിൽക്കാൻ കഴിയില്ല എന്നൊരു സംവിധാനത്തിലേക്ക് പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? എൻ്റെ ബോധ്യത്തിൽ ശരിയാണ്, അവർക്ക് നിൽക്കാൻ സാധിക്കില്ല. അതാണ് ഇപ്പോഴത്തെ ഒഴുക്കിനുള്ള പ്രധാനപ്പെട്ട കാരണം. സാറ് പറഞ്ഞത് കറക്റ്റാണ്. CPM-ന്റെ ബോണെന്ന് പറയുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയാണ്. 70% കൂടുതൽ ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് ഈ പാർട്ടിക്കകത്ത് കാര്യമൊന്നുമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഇത്രയേറെ വോട്ട് BJPക്ക് വർദ്ധിച്ചത്. അത് ആർക്കും പാർട്ടി പ്രവർത്തകർക്കെല്ലാം ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ സമ്മേളനങ്ങൾ ഇപ്പോൾ സാറ് ശ്രദ്ധിച്ചാൽ അറിയാം, കൂടുതൽ ഇടവരെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് CPM പേരിനെങ്കിലും. ഇത് ബോധ്യപ്പെടുത്തണ്ടേ, അല്ല ഞങ്ങളുടെ ഈഴവർക്കെതിരല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ ഈ സമ്മേളനങ്ങൾ കൂടുതൽ ഈഴവരെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു പരിവർത്തനം പ്രതീക്ഷിക്കുന്നുണ്ടോ BJP-യിലൂടെ കേരളത്തിൽ? ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ സാറേ ഞാൻ മാറിയത്. എൻ്റെ കൂടെ ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നോടൊപ്പം ആയിരക്കണക്കിന് പേർ ആലപ്പുഴ ജില്ലയിൽ BJP-ലേക്ക് വരും CPM വിട്ട്. പ്രതീക്ഷ CPM-ലെ പൂർണ്ണമായും നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് BJP-യിലേക്ക്. ഉറപ്പാണ്. കുടുംബത്തിലെ ഈ കുടുംബപരമായ പ്രശ്നം പോലും ദുരുപയോഗം ചെയ്തു എന്നുള്ള ഒരു ആക്ഷേപം CPM സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ എത്തിച്ചിരുന്നു. ഞാൻ 3 കത്ത് CPM സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, എൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷെ 3 കത്തും CPM സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. അല്ല, തിരിച്ചെടുത്തപ്പോഴും മെമ്പർഷിപ്പ് മാത്രമല്ല തന്നുള്ളൂ. തിരിച്ചെടുത്തു. എന്നെ 1 വർഷം മുമ്പ് CPM-ലേക്ക് തിരികെ എടുത്തു. എനിക്ക് മെമ്പർഷിപ്പ് നൽകി. പക്ഷെ എനിക്ക് ഘടകം നൽകിയില്ല. ഇപ്പോൾ CPM-ൻ്റെ പ്രവർത്തകന് പ്രവർത്തിക്കണമെങ്കിൽ അവന് ഘടകം കൊടുക്കണം. ഇന്ന ഘടകത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. എനിക്ക് ഘടകം തരാതെ എന്നെ വെറും മെമ്പർഷിപ്പ് മാത്രം തന്നു നിർത്തിയിരുന്നു 1 വർഷക്കാലം. BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ ദേശീയതയെ ശക്തിപ്പെടുത്താൻ, ഭാരതത്തിൻ്റെ പരമവൈഭവത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ആ ഉറപ്പോടെ BJP-യിലേക്കുള്ള താങ്കളുടെ വരവ്
CPM-ന്റെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന CPM-ന്റെ തകർച്ചയുടെയും ജിഹാദിസത്തിൻ്റെയും വളരെ വ്യക്തമായ സൂചനയാണ് ബിപിൻ സി ബാബുവിൻ്റെ BJP പ്രവേശനം. തീർച്ചയായും മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.